നമസ്കാരം. നമ്മളിപ്പം സിമ്പിൾ വണ്ണിൻ്റെ കോഴിക്കോട് ഷോറൂമിലാണുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ വണ്ടിയാണിത്. 5000 കിലോമീറ്ററിൻ്റെ ഫസ്റ്റ് സർവീസിന് വന്നിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ സർവീസ് ഹെഡാണ്. എൻ്റെ പേരെന്താ? രവി. അപ്പം നമ്മൾ ഫസ്റ്റ് സർവീസിൽ എന്തൊക്കെ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ രവി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ തന്നെ അതിനെല്ലാം എത്ര കോസ്റ്റ് ആവുന്നുള്ള കാര്യവും ഇവർ നമുക്ക് പറഞ്ഞു തരും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ രവി, എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, അതായത് ഇപ്പം സർവീസിന് ഇലക്ട്രിക് വണ്ടികളുടെ സർവീസിന് കാശ് കൂടുതലാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പെട്രോൾ വണ്ടികൾ നമ്മൾ എന്താ പറയുക, ഓയിൽ മാറ്റണം, ഫിൽറ്റർ മാറ്റണം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് വണ്ടിയിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഒരു സർവീസിന്, അല്ലേ? പക്ഷെ നിങ്ങൾ ആക്ച്വലി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ A to Z കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. മാത്രമല്ല ഓരോ സാധനങ്ങൾക്കും നിങ്ങൾ എത്രയാണ് ചാർജ് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. ഇല്ല അതൊക്കെ. അപ്പോൾ നോർമൽ നമ്മളൊരു വണ്ടി ഈ IC എഞ്ചിനുള്ള വണ്ടിയാണെങ്കിലും അതിന് ഒരു ഇത്ര കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ട്. അതേപോലെ അതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ അത്രയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശരിക്കും നമുക്ക് EVയിൽ ചെക്ക് ചെയ്യണം. കാരണം അതിൽ സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ എല്ലാ വയറിങ് കാര്യങ്ങൾ, ബാറ്ററി, 2 ബാറ്ററി, ഫിക്സഡ് ടെർമിനൽസ്, എല്ലാം ഫുൾ മോഡ്യൂൾസും സെൻസേഴ്സും ആണല്ലോ. ഓക്കെ. അപ്പോൾ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ പാർ വിത്ത് IC എഞ്ചിൻസ് ആണ് നമ്മൾ EVൻ്റെ വെക്കും. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു 25 പോയിന്റ് ചെക്ക് ലിസ്റ്റ് വരും. അതാണ് ഈ നോർമൽ സിമ്പിളിൻ്റെ എല്ലാ സർവീസിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട സാധനം. അത് ഡിപ്പെൻസ് ഓൺ സർവീസ്. ചില സാധനങ്ങൾ മാറ്റേണ്ടി വരും ഷെഡ്യൂൾ പ്രകാരം. അപ്പോൾ നോർമൽ നമ്മൾ ഫസ്റ്റ് സർവീസിലെ 25 പോയിന്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ത്രോട്ടിലാണ് തുടങ്ങും. ഓക്കെ. ഇതിൻ്റെ ആക്ഷൻ ഫ്രീ ആണോ, ഇതിന്റെ സെൻസറാണ്, ഇതിന്റെ സെൻസറിന് എന്തെങ്കിലും എറർ ഉണ്ടോ, കാര്യങ്ങളിൽ തുടങ്ങി. പിന്നെ നമ്മളെ സ്ക്രീനിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ടോ, സ്ക്രീനിന് എന്തെങ്കിലും ലാഗ് ഉണ്ടോ, സ്ക്രീനിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഏതാണോ റിലീസ് ഉള്ളത് അത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കമ്മിങ് ഡൗൺ, ഇത് നമ്മളെ ബോൾ റൈസർ എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മുടെ സ്റ്റിയറിംഗിന്റെ ബെയറിംഗ് ഇത് ടൈറ്റ് ഉണ്ട്, ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ഫെയറിങ്സിന്റെ ഉള്ളിലത്തെ ബോൾട്ട്, ക്ലിപ്പ്, ഓൾ നട്ട്സ് ആൻഡ് ബോൾട്ട്സ് കറക്റ്റ് ടോക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഫോക്കിന്റെ ആക്ഷൻ കറക്റ്റ് ആണോ, ഇതിൽ ആക്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ എടുത്തിട്ട് സെൻഡ് ടു ദ ടീം, വാറണ്ടി ടീമിനോ അല്ലെങ്കിൽ നമ്മളെ ടീമിനോ അയക്കുക. പിന്നെ ഇതാണ് ഫ്രണ്ട് ആക്സിൽ. ഇത് ശരിക്കും എല്ലാ സർവീസിലും കറക്റ്റ് ടൈറ്റും ചെയ്യണം, കറക്റ്റ് ടോർക്കും ചെയ്യണം. ഡിപ്പെൻസ് ഓൺ ഇതിന്റെ ആക്സിൽ അഴിച്ച് ഗ്രീസ് ചെയ്യാം. പിന്നെ ഇതിൽ വരുന്ന വീൽ ബെയറിങ്സ് ഉണ്ട്, ആ ബെയറിങ്സിന്റെ ഓപ്പറേഷൻ സ്മൂത്ത് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാം. പിന്നെ ബാക്കോട്ട് വരുമ്പോഴാണ് ഇവിടെയാണ് നമ്മളെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഡാമേജസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. പിന്നെ അടിയിൽ കവർ ഉണ്ട് ബാറ്ററിന്റെ. ആ ബാറ്ററി ബോട്ടം കവർ മീൻസ് നമ്മൾ റോട്ടിൽ ഓടുമ്പോൾ ചിലപ്പോൾ കല്ലോ എന്തെങ്കിലും തട്ടിയാൽ അതിന് പ്രൊട്ടക്ഷനാണ് കൊടുത്ത്. അപ്പോൾ ഒരു പ്രാവശ്യം തട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ആ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അത് മാറ്റുക. പിന്നെ ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ ബ്രേക്ക്. വണ്ടിക്ക് മെയിൻ സാധനമാണ് നമ്മളെ ബ്രേക്ക്. ഇത് ഫ്രണ്ട് ഇതിന്റെ ഉള്ളിൽ ബ്രേക്ക് ഫ്ലൂയിഡ്, റിസർവോയറിന്റെ ഉള്ളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടോ, ഫ്ലൂയിഡിൽ വെള്ളത്തിന്റെ അംശമുണ്ടോ പിന്നെ ചെക്ക് ചെയ്യുക. അതേപോലെ അവിടെ നിന്ന് വരുന്ന ലൈൻസ് ഉണ്ട്, ബ്രേക്ക് ഹോസസ് ആൻഡ് ലൈൻസ്, അത് ചെക്ക് ചെയ്യുക. അതിൽ ലീക്കോ കാര്യങ്ങളോ പ്രഷർ ഡ്രോപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രേക്ക് പാഡ്സ് അയക്കുക, ക്ലീൻ ചെയ്യുക. കാലിപ്പർ പിന്നുണ്ട്, കാലിപ്പർ അയക്കുക, ഗ്രീസ് ചെയ്യുക. അതാണ് ഈ ഫ്രണ്ട് സൈഡിൽ ഏകദേശം ഇതാണ് വരുന്നത്. പിന്നെ കമ്മിങ് ടു ദ ബാക്ക് സൈഡ്, നമ്മളെ സ്വിംഗ് ആം ഈ ബോഡിയിലേക്ക് ഈ ഭാഗം ഘടിപ്പിച്ച ഇതിന്റെ ഇവിടെ ഒരു ബോൾട്ടും കാര്യങ്ങൾ വരും. അത് പ്രോപ്പർ ആക്ഷൻ ഉണ്ടോ, വർക്കിംഗ് ആണോ, ടോർക്കിംഗ്. എല്ലാ സർവീസിലും ഈ ടോർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടോർക്ക് ചെയ്തില്ലെങ്കിൽ നട്ട്സും ബോൾട്സും ലൂസ് ആവാനും തേയ്മാനം വരാനും അതിൻ്റെ ബുഷ് പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പ്രോപ്പർ ടോർക്ക് റേഞ്ച് ആണ് മെയിൻ, ഒരു സർവീസിലെ മെയിൻ ആസ്പെക്റ്റ് ആണ് ടോക്കിങ്ങും. അത് പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നതാണ് മോട്ടർ. മോട്ടറിൻ്റെ വയറിങ്സ് കാര്യങ്ങൾ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഡൈലക്ട്രിക് ഗ്രീസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഷോക്കിൻ്റെ ആക്ഷൻ, ഷോക്കിൻ്റെ അപ്പർ ആൻഡ് ലോവർ മൗണ്ടിങ് ബോൾസ്, ടോർക്കിംഗ്. പിന്നെ ഇത് ഫ്രണ്ട് പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെ. അതായത് നമ്മളെ ബ്രേക്ക് പാഡ് അഴിച്ച് ക്ലീൻ ചെയ്യുക, പാഡ് ഇൻസ്പെക്ട് ചെയ്യുക. ഇഫ് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. പിന്നെ അതേപോലെ കാലിപ്പർ പിന്ന് ഗ്രീസിങ്, പിന്നെ റിയർ ആക്സിൽ ടൈറ്റ് ചെയ്യുക, അഴിക്കുക, ഗ്രീസ് ചെയ്യുക. റിയർ വീൽ ബെയറിങ്, വീലിന് എന്തെങ്കിലും ഷെയ്ക്ക് ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ നോക്കുക. പിന്നെ മെയിൻ പാർട്ട് നമ്മളെ ബെൽറ്റും പുള്ളിയും. ബെൽറ്റും പുള്ളീൻ്റെയും സ്ലാക്ക്, അതായത് എത്ര അഡ്ജസ്റ്റ് ചെയ്യുക, ആദ്യം പ്രോപ്പർ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ബെൽറ്റിന്റെ ടീത്ത് വോൺ ഔട്ട് ആണോ എന്ന് നോക്കുക. അത് വേർണിയർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. ഇഫ് വിത്തിൻ ലിമിറ്റ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വാറണ്ടി ഉള്ള വണ്ടിയാണെങ്കിൽ വാറണ്ടി റീപ്ലേസ് ചെയ്ത് കൊടുക്കും.
പിന്നെ നമ്മൾ ഈ നോർമൽ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ നോർമൽ മൂവബിൾ പാർട്സ് ഉണ്ടല്ലോ, ഈ ലിവേഴ്സ്, ഈ ഫുഡ് റെസ്റ്റ്, ഈ സൈഡ് സ്റ്റാൻഡ്, ഇതിന്റെ അവിടെയൊക്കെ ആ പോയിന്റ്സ്, മൂവബിൾ പോയിന്റ്സിലൊക്കെ ഗ്രീസ് ചെയ്യാം, ഓയിൽ ചെയ്യാം, ലൂബ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു പണിയുണ്ട് ഒരു EV വണ്ടി ആണെങ്കിലും നമുക്ക് അതിന് ചെയ്യാനും കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഈ നോർമൽ വരുന്നത് കോസ്റ്റ്, നോർമൽ വരുന്നത് സാധനങ്ങൾ നമ്മൾ ഈ സർവീസിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കോസ്റ്റ് വരിക ഏകദേശം ഒരു 900 ആ റേഞ്ചിലാണ് വരിക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് പ്ലസ് സർവീസ് പ്ലസ് ഒരു വാഷിംഗ് ആൻഡ് ക്ലീനിങ് ഉണ്ടാവും. അത് വരുന്നത് 900. എല്ലാം കൂടി കൂടിയിട്ട് 900 രൂപീസ്. കറക്റ്റ് അല്ല, 900 അറൌണ്ട് 900 വരും. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും സാധനങ്ങൾ ഭാവിയിൽ മാറ്റാനുണ്ടെങ്കിൽ ആ മാറ്റുന്ന എമൗണ്ട് വരും. അതായത് ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളൊക്കെ വരും, മാറ്റണമെങ്കിൽ മാറ്റും വരും. വിത്തിൻ വാറണ്ടി ലിമിറ്റ് ആണെങ്കിൽ അത് വാറണ്ടിയിൽ കവർ ചെയ്യും. ബ്രേക്ക് പാഡ്സിന് തന്നെ വാറണ്ടി നമുക്ക് കൊടുക്കാൻ തേയ്മാനം വരുന്ന സാധനങ്ങളാണല്ലോ. അപ്പൊ അതിന് മാറ്റാണെങ്കിൽ ആ മാറ്റുന്ന എമൗണ്ട് കൂടി ഇതിന്റെ കൂടെ ആണ് ഈ സർവീസ് ചാർജിനോട്. നമ്മൾ 25 പോയിന്റ് ചെക്ക് ലിസ്റ്റിനാണ് ശരിക്കും ഈ എമൗണ്ട് വരുന്നത്. അതേപോലെ ഈ ബെൽറ്റും പുള്ളിയും ഒരു എന്താ പറയുക പെട്ടെന്ന് തേഞ്ഞു പോയിട്ട് പൊട്ടുന്ന ഒരു ഇഷ്യൂ ആദ്യം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് തോന്നുന്നു അത് കവർ ആയിട്ടുണ്ടെന്ന്. അത് നമ്മൾ ബെൽറ്റും പുള്ളിയിൽ ചെറിയ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെൻഡറും കാര്യങ്ങളും മാറിയിട്ടുണ്ട്, പുതിയ ബെൽറ്റും പുള്ളിയാണ്. പിന്നെ മെയിൻ കാര്യം വെച്ചാൽ നമ്മൾ ഈ മഴയത്ത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പിറ്റേ ദിവസം ഒന്ന് ബെൽറ്റ് ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കുക. അതിനുള്ളിലുള്ള ചളി പൊടി കുടുങ്ങി നിന്നിട്ട് ഈ ടീത്തും കൂടി ആയിട്ട് ഇതിന്റെ മുകളിലാണ്, അങ്ങനെയാണ് ഈ കട്ട് വരിക ബെൽറ്റ്. ആ കല്ലും ഈ ടീത്തിന് ഓൾറെഡി ടീത്ത് ഷാർപ്പാണല്ലോ, അത് രണ്ടും കൂടി തട്ടിയിട്ടാണ് ഈ ബെൽറ്റ് പൊട്ടാൻ ചാൻസ് കൂടുതൽ. നല്ല ചളിയാണെങ്കിൽ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചിട്ട് ആ ചളി ഒന്ന് പിറ്റേത്തേക്ക് അത് ഉണങ്ങി കഴിഞ്ഞാൽ അത് മണ്ണ് പോലെ കുറച്ച് കട്ടിയോ, അപ്പൊ അതിന്റെ അടിയിൽ തേമാനം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കഴുകി കളയാം. അതേ ഉള്ളൂ നോർമൽ ബെൽറ്റും പുള്ളി. ഇതിപ്പോൾ സെക്കൻഡ് സർവീസിലേക്ക് വരുമ്പം ഇത്ര എമൗണ്ട് തന്നെയാവോ? എല്ലാ സർവീസിന്റെയും ഈ എമൗണ്ട് സെയിം ആയിരിക്കും. അത് ഇനി ഭാവിയിൽ എന്തെങ്കിലും GST വ്യത്യാസം വരാന്നല്ലാണ്ട് നമ്മൾ ഈ എമൗണ്ട് ഏത് സർവീസ് സെന്റർ ആണെങ്കിലും ഓൾ ഓവർ ഇന്ത്യയിലും ഈ സെയിം എമൗണ്ട് ആയിരിക്കും. ജനറൽ സർവീസിന്റെ എമൗണ്ട് ഈ സെയിം ആയിരിക്കും. അതേപോലെ നമ്മളുടെ ഈ ഫാസ്റ്റ് ചാർജിങ് ഇപ്പം വന്നിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പം ജനറേഷൻ 1.5 ആണ്. ജനറേഷൻ 1-നും 1.5-നും അത് എനിക്ക് സപ്പോർട്ടീവ് അല്ലാന്ന് തോന്നുന്നില്ല. അപ്പോ അതിന്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഏറ്റവും ഏർലിയസ്റ്റ് വർക്കിംഗ് ആണ് നമ്മളെ പ്ലാൻ ടീം, ഡെവലപ്മെന്റ് ടീം. അപ്പൊ അത് എന്തായാലും വിത്തിൻ ഒരു കുറച്ച് ടൈം സ്പാനുള്ളിൽ എന്തായാലും നമ്മളെ 1.5-ഉം വരുന്ന കസ്റ്റമേഴ്സിനും കൂടി ഫാസ്റ്റ് ചാർജിങ്ങിന് സപ്പോർട്ട് അവൈലബിൾ ആവും. അത് നമ്മുടെ ബോൾട്ട് EV എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻസിൽ സപ്പോർട്ട് അവൈലബിൾ ആവും. ഇപ്പം ജനറേഷൻ 2-ന് അത് ഇപ്പൊ Gen 2-ന് ഓൾറെഡി ഓഫ് ദ ബോക്സ് ഉണ്ട്, ആ സംഭവം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടബിൾ ആണ്. അപ്പൊ അതിൽ ആ ഒരു അപ്ഡേറ്റ് നമ്മളെ Gen 1.5-ലേക്ക് വരുന്നുണ്ട്. എന്തായാലും അത് കൺഫേം ആണ് വരുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ രവി ഇപ്പം എന്നോട് ചോദിച്ചില്ലേ എനിക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം റിവേഴ്സ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് 3-4 പ്രാവശ്യം പ്രസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. പെട്ടെന്ന് റിവേഴ്സ് വർക്കാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ചളി തെറിക്കുന്ന ഒരു പ്രശ്നം. ഇത് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തതാണ്. അപ്പോൾ അതിനൊരു ഹഗ്ഗർ കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മഴേൻ്റെ മുമ്പ്. അത് അപ്ഡേറ്റ് ആയാൽ നിങ്ങളൊന്ന് അറിയിക്കുക. പിന്നെ അങ്ങനെ മേജറായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വേറെ ഒരു പ്രശ്നമില്ല. റേഞ്ച് അത്യാവശ്യം എല്ലാവരോടും ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. അതന്നെ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഒരു 160-170 ആണ് എനിക്ക് കിട്ടുന്നത്. അതെ അതെ, എനിക്ക് 160-170 കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും കിട്ടുമല്ലോ. ഇതിൽ കാണിക്കുന്ന ട്രൂ റേഞ്ചും എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ 160-170 കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തിൽ, എനിക്കത് മതി. പിന്നെ ട്രൂ റേഞ്ച് നമ്മളെ കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈവൻ നമ്മളെ ഈ ടെമ്പറേച്ചറിന് വരെ ഈ റേഞ്ച് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എയർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാളെ വെച്ച് പോവാണെങ്കിൽ കയറ്റം കയറുകയാണെങ്കിൽ പിന്നെ റോഡ് കണ്ടീഷൻ, ടെമ്പറേച്ചർ എല്ലാം എഫക്ട് ചെയ്യും. പിന്നെ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന രീതിക്ക് പോലും അല്ലേ, ഒരു റേസിംഗ് മെന്റാലിറ്റി വെച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ വ്യത്യാസം വരും, നല്ല രീതിയിൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ബില്ല് അല്ലേ? ഇതില് പറഞ്ഞ കംപ്ലൈൻസ്, ഫസ്റ്റ് സർവീസ്, പിന്നെ നമ്മളെ ആപ്പ് വർക്ക് ചെയ്യാത്തത്, പിന്നെ റിവേഴ്സിന്റെ സ്വിച്ച് അടക്കി വർക്ക് ചെയ്യാത്തത്. സർവീസ് കഴിഞ്ഞു, അതിൽ എല്ലാ കാര്യം ഓക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആപ്പ് വർക്ക് ചെയ്യാത്ത ആപ്പ് നമ്മളെ ഫോണിൽ ആപ്പ് ലാസ്റ്റ് സോഫ്റ്റ്വെയർ വേർഷൻ ഓൾഡ് ആയിരുന്നു ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സിന്റെ സ്വിച്ചും പിന്നെ ബ്രേക്കിന്റെ സ്വിച്ചും പ്രോപ്പർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതോടെ ആ പ്രശ്നം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് എമൗണ്ട് വരിക. ഇതാണ് നമ്മളെ ശരിക്കുള്ള ടാക്സ് ബില്ല്. സർവീസ് 885 പ്ലസ് കൺസ്യൂമർ 94, ടോട്ടൽ 979. ഈ എമൗണ്ട് ആണ് എല്ലാ സർവീസിനും കോൺസ്റ്റന്റ് ആയിട്ട് വരിക. ഈ എമൗണ്ടിൽ മാറ്റം ഉണ്ടാവില്ല. ബാക്കി എക്സ്ട്രാ പാർട്സ് വരുമ്പോൾ അതിലും ചെറിയ ചേഞ്ച് ഉണ്ടാവും. അപ്പം നമ്മളുടെ അടുത്ത സർവീസ് എപ്പോൾ ആയിരിക്കും ഉണ്ടാവുക? നെക്സ്റ്റ് സർവീസ് വരിക 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 year ഫ്രം ഡേറ്റ് ഓഫ് പർച്ചേസ്. സർവീസ് ഷെഡ്യൂൾ വരുന്ന എവറി 5,000 അല്ലെങ്കിൽ 6 months.
എന്ന് വെച്ചാൽ നമുക്ക് എവറി 5,000 നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ചെയ്യണം. കാരണം 5,000 ആകുമ്പോഴേക്കും നമ്മൾ എല്ലാം നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസ് ടോർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ബ്രേക്സ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. ഓക്കെ 5,000 അല്ലെങ്കിൽ 6 months ആണ് സർവീസ് ഇന്റർവെൽ. അപ്പോൾ എന്തായാലും ബ്രോ താങ്ക് യു വെരി മച്ച്. ഓക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നേലും. എന്നാൽ കാണാം. ബൈ.